ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അതെ ഗൈസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. എൻ്റെ 7,4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനൽ എങ്ങനെ പോയി, അതുപോലെ എൻ്റെ യൂട്യൂബ് ജീവിതം ഞാൻ എങ്ങനെയാണ് തുടങ്ങിയത്, അതെങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല. ഇതിനു മുമ്പേ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ട്, ലൈക്ക് എൻ്റെ ജേർണി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഈ പറയുന്ന കണക്ക് ലൈക്ക് ഇങ്ങനെ ഒരു 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 റോ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു റോ വീഡിയോ ആയിരിക്കും. എനിക്കൊരു പ്ലാനില്ല ഈ വീഡിയോയിൽ ഞാൻ ശരിക്കും എന്താണ് പറയേണ്ടതെന്ന്. ഇതൊക്കെ സംസാരിക്കണം എന്നുണ്ട്. സ്റ്റിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം, അങ്ങനെ എനിക്ക് വലിയ പ്ലാൻ ഒന്നുമില്ല. ഫ്രണ്ട്ലി ഞാൻ ഒരു ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ പണ്ടത്തെ ഫോണൊക്കെ കാണിക്കാം. സോ അങ്ങനെ ഒരു ബേസിക് പ്ലാനോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ചാനൽ പോയത് അത് എൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ്. അതിൽ വേറെ ആരെയും ബ്ലെയിം ചെയ്യാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്കിനെ പറ്റി കൂടുതൽ സംസാരിച്ച് അതിലോട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പോയത് 2024 ഡിസംബർ 26 ജാനുവരി 22 ഞാൻ ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2017. ഞാനത് നിങ്ങളോട് ഒരു സോറി ചോദിക്കുന്നു, കാരണം നിങ്ങൾ ഞാനുമാണ് ആ ചാനൽ. അപ്പം നിങ്ങളോട് എനിക്ക് എന്തായാലും ഒരു സോറി ചോദിക്കണം. അതിന് സോറി ഗൈസ്. ആ ഒരു ചാനൽ എന്തായാലും പോയി. ഞാൻ എന്തായാലും ആ സെയിം പേരിൽ തന്നെ വേറൊരു ചാനൽ തുടങ്ങി. അപ്പൊ എന്തായാലും ആ ഒരു ചാനൽ ഞാൻ തുടങ്ങിയത് ജാനുവരി 1 2025. സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയാണ് നിനക്ക് ഇത്ര കൂളായിട്ട് ഇത് പറയാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിഷമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല, നല്ലതായിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഓർത്തുകൊണ്ട് നിന്ന് ഞാൻ അങ്ങനെ തന്നെ നിൽക്കും. സത്യം പറഞ്ഞാൽ ആ ഒരു ചാനൽ തുടങ്ങുന്നതും അതിന്റെ ജേർണിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം അത് ഈ വീഡിയോയിൽ പറഞ്ഞാലായിരിക്കും കറക്റ്റ്. അതുകൊണ്ടാണ്. ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഒരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ജേർണി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതല്ലാതെ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടൊന്നും ഇല്ല. അങ്ങനെ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റത്തില്ല. ആ പറഞ്ഞ ഓപ്പൺ ആയിട്ട് സംസാരിച്ച വീഡിയോ യൂട്യൂബിൽ ഇല്ല. ഒരു ഹോപ്പുണ്ട്, മേ ബി അടുത്തൊരു 3 മന്ത്സിലോ 6 മന്ത്സിലോ 9 മന്ത്സിലോ 12 മന്ത്സിലോ നമുക്ക് കിട്ടാതെ. കാരണം ഇങ്ങനെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഒരാൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ചാനൽ ടെർമിനേറ്റ് ആയി പോയിട്ടും. മേ ബി കിട്ടാം, നമുക്ക് അറിയത്തില്ല. ഒരു 1% ഹോപ്പ് മാത്രമേ ഉള്ളൂ അതിൽ. കാരണം ഞാൻ ഇത്രയും നാൾ, അതായത് ചാനലിൽ പോയിട്ട് 1 മന്ത് ഓൾമോസ്റ്റ് ആവാറായി. ഇപ്പോഴാണ് ഞാൻ ചാനൽ പോയതിനെ പറ്റി വീഡിയോ ഇടുന്നത്. കാരണം ഇത്ര നാളെ ഞാൻ അതിന്റെ പുറകിനായിരുന്നു. എങ്ങാനും തിരിച്ച് കിട്ടിയാലോ എന്നുള്ള ഇതിൽ ഞാൻ അതിന്റെ പുറകിനായിരുന്നു ഫുൾ. അപ്പം നമ്മളൊരു കാര്യത്തിൽ ഫുൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്തതിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. അതിപ്പോ പോയ കാര്യമാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന്റെ പുറകെ ഇരുന്നുകൊണ്ടാണ് പോയതിന്റെ കാര്യം പോലും ഞാൻ ഇപ്പൊ പറയുന്നത്, ഇത്ര നാൾക്ക് ശേഷം പറയുന്നത്. പക്ഷെ പോയ കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റത്തില്ല കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും ഞാൻ പോയ കാര്യത്തെ പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ ഗെയിമിംഗ് വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ആ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പൊ തന്നെ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഗൈസ്, ചാനലിന്റെ കാര്യം അത്രേ ഉള്ളൂ. സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യും. ഓരോ 3 മന്ത്സിന് ഒരിക്കൽ നമുക്ക് മാനുവലി അപ്പീൽ ചെയ്യാം എന്നാണ് ഞാൻ ഒരാളുടെ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, നമുക്ക് അപ്പീൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, മേ ബി കിട്ടാം. അപ്പൊ എന്തായാലും ഈ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു 1 മന്ത് ടൈം എടുത്ത് അതിന് വേണ്ടി ട്രൈ ചെയ്തു. ഇനിയും അതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ട്രൈ ചെയ്യും. എന്തായാലും ഇനി നടക്കേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡിസിഷൻ. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കൊണ്ടേ പോകുന്നുള്ളൂ. കാണുന്ന ഓഡിയൻസ് ഇപ്പം ഈ പറയുന്ന എന്റെ ഫേസ് കണ്ടാൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കാം. താഴെ ലിങ്ക് ഉണ്ട്. ഇപ്പം എന്ത് സംഭവിച്ചാലും ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ ഈ 7,4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിൽ പല പേര് മാറിയാണ് അവസാനം ബൗണ്ട് ഗെയിമറിലോട്ട് വന്നത്. എനിക്ക് ഗെയിം കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനലിന്റെ ഫസ്റ്റ് നെയിം ബെസ്റ്റ് ഓഫ് ഓൾ, അതുള്ളല്ലേ നല്ല റൈമിങ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങുന്നത് 2017 ജാനുവരി 22. ഗൈസ്, ഇപ്പോൾ എന്റെ പ്രായം എന്ന് പറയുന്നത് അന്ന് 10 വയസ്സാണ്. 10 വയസ്സിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുമ്പോൾ എന്റെ ചാനലിന്റെ പേര് ബെസ്റ്റ് ഓഫ് ഓൾ എന്നാണ്. ബെസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞ പേരിന് ഇടാൻ കാരണം ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയുന്ന ഗെയിമിൽ എന്റെ ക്ലാന്റെ പേരാണ് ബെസ്റ്റ് ഓഫ് ഓൾ. ആ പേരിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. ബെസ്റ്റ് ഓഫ് ഓൾ എന്നായിരുന്നു എന്റെ ചാനലിന്റെ പേര്. പിന്നെ ഗൈസ്, അതിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. അങ്ങനെ ആ ഒരു ചാനൽ തുടങ്ങി. ഫസ്റ്റ് ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ മീൻ ഫുഡ് തിന്നുന്നതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു ചാനൽ. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അത്യാവശ്യം നല്ലതായിട്ട് ഗെയിം കളിക്കുന്ന ആളായിരുന്നു. ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുത്തിയിരുന്ന് കളിയാ. അപ്പോഴത്തെ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചോണ്ടിരുന്നവർക്കറിയാം, കുത്തിയിരുന്ന് കളിയാ. ക്ലാഷ് ഓഫ് ക്ലാൻസ്. അങ്ങനെ ഞാനൊരു യൂട്യൂബറായി ബെസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി. ഞാൻ അപ്പൊ ആ ഒരു ചാനൽ തുടങ്ങുന്നത് ലെനോവോ 8000 എന്ന് പറയുന്ന ഒരു ഡിവൈസിലായിരുന്നു. ഇപ്പൊ എന്റെ ആ ഒരു ഡിവൈസ് ഇല്ല. ഞാൻ ഒരു 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു ഡിവൈസ് കൊടുത്തായിരുന്നു. ആ ഒരു ഡിവൈസിലാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. അങ്ങനെ ഗൈസ്, ആ ഒരു ഫോൺ ഞാൻ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ പുതിയൊരു ഫോൺ എടുക്കുന്ന സമയമായിരുന്നു. ആ ഒരു ഫോൺ, ഇതാണ് ആ ഫോൺ, ലെനോവോ K8 Note. ലെനോവോ K8 Note എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു ഫുൾ റിവ്യൂ ആണ്. ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുന്നത്, പക്ഷെ അകത്ത് മൊത്തത്തെ അടിച്ചു. പക്ഷേ ഈ ഫോണിലാണ് എന്റെ ചാനൽ ഞാൻ ബെസ്റ്റ് ഓഫ് ഓളിൽ നിന്ന് ടെക്കി ബൗണ്ട് ആക്കുന്നത്. അതായത് ഈ ബൗണ്ട് ഗെയിമർ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുന്നത് ബെസ്റ്റ് ഓഫ് ഓൾ ആയിട്ടും അത് കഴിഞ്ഞ് ആ ചാനലിന്റെ പേര് ടെക്കി ബൗണ്ട് എന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ടെക് വീഡിയോസ് ഒക്കെ ഇട്ടു. ഈ പറയുന്ന കണക്ക് കുറച്ച് ഒരു 10-20 വ്യൂസ് ഒക്കെ ഞാൻ തന്നെ ഷെയർ ചെയ്തുണ്ടാക്കും. കാര്യങ്ങളൊക്കെയാണ് അറിയാവുന്നവർക്ക്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും.
അതൊക്കെയായിരുന്നു എന്റെ പരിപാടി. ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും തുടങ്ങും അങ്ങനെയൊക്കെ തന്നെ, ഞാൻ മാത്രമല്ല. അപ്പം ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്റെ അപ്പോഴത്തെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അവൻ എനിക്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്ത് തരുമായിരുന്നു. വേറെ ആൾക്കാരെ കൊണ്ട് അക്കൗണ്ട് ഒക്കെ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഞാൻ വീഡിയോസ് ഇടുമായിരുന്നു, ചുമ്മാ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് വേണ്ടി മാത്രം ഞാൻ നിൽക്കത്തൊന്നുമില്ലായിരുന്നു, ഞാൻ വീഡിയോസ് ഇടുമായിരുന്നു. അപ്പോഴത്തെ എന്റെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞു. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ്. എന്റെ പണ്ടത്തെ വീഡിയോസ് ഇപ്പോഴും എന്റെ കിടപ്പുണ്ട് കേട്ടോ. ഗൂഗിൾ ഫോട്ടോസിൽ ഓൾമോസ്റ്റ് കുറെ വീഡിയോസ് കിടപ്പുണ്ട്. ഞാൻ കുറെ വീഡിയോസ്, ടെക് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും, തമ്മിലൊക്കെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. വീട്ടിൽ ഞാൻ ഒരു മെയിൻ സ്പേസിൽ ഇരുന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കിച്ചണിലോട്ട് പോകുന്ന വഴി ആ ഒരു മെയിൻ സ്പേസിൽ ഇരുന്നായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടുകാരും കുറെ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതൊക്കെ എനിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നുമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അവർ എനിക്ക് വേണ്ടി ഓക്കെ വെയിറ്റ് ചെയ്യും, ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അതുപോലെ ഈ പറയുന്ന കണക്ക് ലൈക്ക് സൗണ്ട്, കുറെ സൗണ്ട് ഒക്കെ വരും. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ റീ റെക്കോർഡ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യുകയും അതുപോലെ റീ റെക്കോർഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ കുറെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതെന്റെ വീട്ടിലുള്ളവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം. ഇപ്പോഴും ആ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ശരിക്കും പ്രൗഡാവുന്നത് ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ആയതിന്റെ കാരണമായ ആ ഭാഗത്തിനെ ഓർത്താണ് ശരിക്കും ഞാൻ പ്രൗഡാവുന്നത്. ശരിക്കും അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ ഞാൻ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു ലെവലിൽ വന്നത്. വലിയ ലെവലാണെന്ന് ചോദിച്ചാൽ എന്നാലും ഈ ഒരു ലെവലിൽ ഞാൻ വന്നത് ആ ഒരു സ്ട്രഗിൾ ഒക്കെ ഫേസ് ചെയ്തിട്ടാണ്. ഓക്കെ ആ ഭാഗത്തിനാണ് ശരിക്കും പറഞ്ഞ ക്രെഡിറ്റ്സ് ഒക്കെ പോകേണ്ടത്. കാരണം ആ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സൂചിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പുറത്തെങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എപ്പോഴും ഏതോ ഒരു ലൈവ് സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ സബ് ഫോർ സബ് ചെയ്യുമായിരുന്നു. അതായത് ആ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അയാൾ നമ്മളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. അതാണ് ഈ സബ് ഫോർ സബ്. ഈ സബ് ഫോർ സബ് എന്ന് പറയുന്ന സെറ്റപ്പ് അത്യാവശ്യം ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചും അങ്ങനെയൊക്കെയാണ് ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നത്. ഞാൻ ഈ 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നതിൽ മെയിൻ റോൾ പ്ലേ ചെയ്തത് ഈ സബ് ഫോർ സബ് ആണ്. സംഭവം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം, വ്യൂസ് കിട്ടണം, ഞാൻ അതിനുവേണ്ടി അത് ചെയ്തു. ബംഗാളികളൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സ്റ്റിൽ അന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പറയും മദർ പ്രോമിസ് ഐ വിൽ നോട്ട് അൺസബ്സ്ക്രൈബ്, അങ്ങനെയൊക്കെ അവരെയും കൊണ്ട് പറയിപ്പിക്കും. നമ്മളൊക്കെ പറയും ട്രസ്റ്റിന് വേണ്ടിയിട്ട്. വിറ്റായിരുന്നു ഞാനൊക്കെ കുത്തിയിരുന്നു. അതിന് ഗ്രൂപ്പൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ കയറി ഒരു 100-200 പേര് കാണും സബ്സ്ക്രൈബ് ചെയ്യും സംഭവം. അപ്പൊ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നതാണ്, ഓരോന്ന് കൂടുന്ന കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് കുത്തിയിരുന്ന സമയം കളയുമായിരുന്നു. ഞാൻ വീഡിയോസും അതുപോലെ ചെയ്യുമായിരുന്നു, അത് വേറെ കാര്യം. അത്യാവശ്യം കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് എത്ര കൗണ്ട് ഉണ്ടെന്ന് അറിയത്തില്ല വീഡിയോസിന്റെ. സ്റ്റിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടു. ഈ പറയുന്നത് സബ് പരിപാടികളൊക്കെ ചെയ്തു. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു ട്രൈപോഡ് മൈക്ക് മേടിച്ചു തന്നു. അത് ഞാനായിട്ട് ഇങ്ങനെ എനിക്ക് ക്യാമറ വെച്ചെടുക്കാം, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരിടത്ത് ചാരി വെച്ചെടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ട്രൈപോഡ് മേടിച്ചു. ആ ട്രൈപോഡ് ഇപ്പോഴും ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചിട്ട് ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് ആ ട്രൈപോഡ്. ഇതും അതുപോലെ ഒരു മൈക്ക് അടിയിലെ ഡ്രോയിൽ എന്തോ ഒരു സാധനത്തിന് അകത്തിയും വെച്ചേക്കാണ്. അപ്പം ഈ മൈക്കും ട്രൈപോഡും കിട്ടിയപ്പോൾ അതിന്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. 3.5mm ജാക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിത് ഫോണിലോട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഒരു പക്ക ടെക്കിയായിരുന്നു. അപ്പൊ എന്തായാലും എന്റെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു. ഈ മൈക്കും അതുപോലെ ട്രൈപോഡൊക്കെ എന്റെ വീട്ടുകാരെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഇതിന്റെ അകത്ത് ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്കിത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെന്ന് കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ട്രൈപോഡ് അതുപോലെ മൈക്കും മേടിച്ചു തന്നു. അങ്ങനെ എന്റെ ഈ മൈക്കും ട്രൈപോഡൊക്കെ അപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കോണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്റെ ഉള്ള ഫോൺ ഈ കെയർ നോട്ടിന് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂ, പിന്നെ അതുപോലെ ഈ പറയുന്ന നമുക്ക് വാച്ചിന്റെ ഒക്കെ വീഡിയോ, മറ്റേ ഈ ഫിറ്റ്നസ് ട്രാക്കേഴ്സ് അതിന്റെ വീഡിയോ, അതുപോലെ ഈ ടെക് ടിപ്സ്, അതായത് ഈ പറയുന്ന നമുക്ക് കീബോർഡിന്റെ ബാക്കിൽ എങ്ങനെ നമുക്ക് ഫോട്ടോ വെക്കാം, അങ്ങനെ പല പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണല്ല എന്റെ അപ്പം ഉള്ള റിസോഴ്സ് വെച്ചിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തത്. അത് ഇപ്പോഴും ഞാൻ പറയാം ഉറപ്പായിട്ടും. ഞാൻ ബെഡ്ഷീറ്റ്, അതായത് ആംഗ്രി ബേർഡ്സിന്റെ ബെഡ്ഷീറ്റ് അതെടുത്ത് ഞാൻ പുറകെ കെട്ടിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കി അങ്ങനെ എന്റെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ 1K കഴിഞ്ഞ് പോയി. അങ്ങനെ ആ കൊച്ചു ഭവന്ത് കുറെ കഷ്ടപ്പെട്ട് സബ് പരിപാടികൾക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ഇടാനും കഷ്ടപ്പാടില്ല, അതൊരു എൻജോയ്മെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞത്. പറയുമ്പോൾ കഷ്ടപ്പാട് ഞാൻ പറഞ്ഞു പോയതാണ്. എൻജോയ്മെന്റ്, അതാണ് ശരിക്കും പറഞ്ഞ കറക്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം സബ് കൂടുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്തത്. അങ്ങനെ ഞാൻ ടെക്കി ഭവന്ത് എന്റെ ചുറ്റുപാടിലൊക്കെ അറിയപ്പെട്ടു. ടെക്കി ഭവന്ത് ഏതാ അടിപൊളി. എന്റെ ഫോൺ അടിച്ചു പോയി, ഒരു രക്ഷയില്ല. കുറെ ട്രൈ ചെയ്തു. ഇപ്പം ഈ ചാനൽ പോയപ്പോൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്ത പോലെ ഞാൻ കുറെ ട്രൈ ചെയ്തു. ഒരു രക്ഷയിൽ അടിച്ചുപോയി. അങ്ങനെ ദി എൻഡ്, അതായത് ആ ഒരു ഫേസിലെ ദി എൻഡ്. അങ്ങനെ ഞാൻ കുറെ നാള് എനിക്ക് ഈ പറയുന്ന പോലെ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറെ നാള് ഫുട്ബോൾ കളിക്കാൻ പോയി. അങ്ങനെ ഞാൻ സ്പോർട്സിന്റെ പറയുന്നായിരുന്നു. പിന്നെ ഇത് ഞാൻ പറയുന്നത് ഞാൻ 8th പഠിക്കുമ്പോഴെന്താണ് ആ സമയത്താണ് ഫ്രീ ഫയറിലോട്ട് ഞാൻ വരുന്നത്. ഫ്രീ ഫയർ ഞാൻ അമ്മയുടെ ഫോണിൽ പെയ്യിട്ട് ചെറുതായിട്ട് കളിക്കുമായിരുന്നു. അപ്പൊ എന്തായാലും ഫോൺ അടിച്ചുപോയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തേഞ്ഞ അവസ്ഥയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യൂട്യൂബിൽ. അമ്മയുടെ ഫോണാണ്, അമ്മയ്ക്ക് യൂസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും എപ്പോഴും അതെടുത്തിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫുട്ബോൾ പറയുന്നത് പോയെങ്കിലും ബാക്ക് ഓഫ് ദ മൈൻഡിൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അപ്പോഴും ഞാൻ യൂട്യൂബർ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് നടന്നത്.
വീഡിയോസ് എടുത്തില്ല എന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കുറെ നാൾക്ക് ശേഷം 8ന്റെ ഒരു അവസാനമൊക്കെ ആയപ്പോഴാണ് ഞാനൊരു ഡിസംബറിലോ ജാനുവരിയിലോ എന്താണ് അടുത്ത ഫോൺ മേടിക്കുന്നത്. അത് വീട്ടിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്നു. ആ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്റ്റിൽ എനിക്ക് വീട്ടിൽ നിന്ന് അത് മേടിച്ചു തന്നു. അത് മേടിച്ചു തന്ന് ശരിക്കും പറഞ്ഞാൽ പിന്നുണ്ടായതൊക്കെ വേറെ ലെവല് സംഭവങ്ങളാണ്. അപ്പോൾ വേറൊരു മെയിൻ കാര്യം, അതാണ് മെയിൻ പോയിന്റ്. ഞാൻ അമ്മയുടെ ഫോൺ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവസാനമൊക്കെ ആയപ്പോൾ. അതായത് കുറച്ച് ഞാൻ ഫോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ യൂസേജ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് ഫുട്ബോൾ പറയുന്നത് പോയത്. അങ്ങനെ അമ്മയുടെ ഫോൺ വെച്ചിട്ട് ഞാൻ 2-3 വീഡിയോസ് 3-4 വീഡിയോസ് 3-4 ഫ്രീ ഫയർ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം അമ്മയുടെ ഫോൺ വെച്ച് ഞാൻ ആ 3 വീഡിയോസ് ഒന്ന് ഇട്ടു. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് പുതിയ ഫോൺ കിട്ടി. അങ്ങനെ ആ ഫോൺ വെച്ചിട്ട് ഫസ്റ്റ് വീഡിയോ തന്നെ വൈറലായി. ഗൈസ്, ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവമുണ്ട്. ടെക് ചാനലായിട്ടിരുന്ന സമയത്ത് ഒരു വീഡിയോക്ക് 3.something വ്യൂസ് എന്തോ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്റെ ചാനലിൽ ഈ പറയുന്ന പോലെ ഫ്രീ ഫയർ വീഡിയോസ് ഇട്ടു, ഒരു ഗ്യാപ്പായി. അതിനുശേഷം ഞാൻ ഇട്ട ഫസ്റ്റ് വീഡിയോ തന്നെ നല്ലതായിട്ട് റീച്ച് ചെയ്തത്. അത് ഞാൻ ഇരുന്ന് റെക്കോർഡ് ചെയ്തത് ടെറസിന്റെ മുകളിലാണ്, വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. വീണ്ടും ഞാൻ ആ ഒരു മോട്ടിവേഷനിൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടു. ഇങ്ങനെ ഗൈസ് എന്റെ ചാനൽ ഒരു ഫ്രീ ഫയർ വീഡിയോസ് ഇടുന്ന ചാനലായിട്ട് മാറി. എനിക്ക് ഫോൺ കിട്ടുന്നത് ഒരു ഡിസംബർ ജാനുവരി ടൈമിലാണ്. ആ ഒരു ഡിസംബർ ജാനുവരി ടൈമിന് ശേഷമാണ് കൊറോണ വരുന്നത്. അതായത് ഞങ്ങൾക്ക് ആ ഒരു 8th എക്സാം ഇല്ലാന്ന് വെച്ചു, ക്യാൻസൽ ചെയ്തു. ഞാൻ മുന്നേ കഷ്ടപ്പെട്ട് വെച്ചതിന്റെ ഒക്കെ റിട്ടേൺ എനിക്ക് അപ്പോഴാണ് ഇട്ട ഫസ്റ്റ് വീഡിയോ തന്നെ വൈറൽ. കണ്ടിന്യൂസ് ഇടുന്ന വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ച് കയറി കൊളുത്തി. അങ്ങനെ ഫ്രീ ഫയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു. ബൗണ്ട് ബ്ലോഗർ ബൗണ്ട് ഗെയിമറായി. അവിടെ ആയിരുന്നു ഒരു ബൗണ്ട് ബ്ലോഗർ ടു ബൗണ്ട് ഗെയിമർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വീഡിയോസ് ഒക്കെ ഇട്ടു. കർമ്മ എന്ന് പറയുന്ന പോലെ മുന്നേ കഷ്ടപ്പെട്ട് വെച്ചതിന് എനിക്ക് കൊറോണ സമയം കറക്റ്റ് വരികയും എനിക്ക് ഫോൺ കിട്ടുകയും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് സെറ്റ് ആയിട്ട് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു. നല്ല അത്യാവശ്യം റീച്ച് ഒക്കെ കിട്ടി. അങ്ങനെ ചാനൽ അത്യാവശ്യം നല്ലതായിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. നല്ല പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. അതിനുശേഷം ആ ഈ പറയുന്ന ജാൻ ഫെബ് കഴിഞ്ഞിട്ട് നേരെ കൊറോണ. ആ ഒരു ടൈം തന്നെ കൊറോണയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഈ കൊറോണ സമയത്തല്ല റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കൊറോണയ്ക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് ഫോൺ കിട്ടി. കൊറോണ വരുന്നതുകൊണ്ട് ഫോൺ കിട്ടി അല്ലെങ്കിൽ അപ്പൊ റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതല്ല. ഫോൺ കിട്ടിയപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തു. അത് കൊറോണയ്ക്ക് മുമ്പായതുകൊണ്ട് എല്ലാം എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ച പോലെ പ്രോപ്പറായിട്ട് മുന്നേ വീഡിയോസ് ഇടാൻ തുടങ്ങി. കൊറോണ വരുന്ന സമയം എല്ലാം സെറ്റ് അടിപൊളിയായിട്ട്. അങ്ങനെ കൊറോണ കുറച്ച് സന്തോഷിക്കുമല്ല, പക്ഷെ ഞാൻ അപ്പോഴത്തെ ഒരു സാഹചര്യം പറയാം. അങ്ങനെ വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ച് ആയി. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ഫയറിന്റെ ലൈവ് സ്ട്രീംസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചാനൽ മുന്നോട്ട് പോയി. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയില്ല. അപ്പോൾ ഇതുപോയി ഞാൻ എന്റെ സിൽവർ പ്ലേ ബട്ടൺ വീഡിയോസിലൊന്നും കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ എന്റെ സിൽവർ പ്ലേ ബട്ടൺ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ എന്തായാലും ഇപ്പോഴത്തെ കാണിക്കാം. ഞാൻ അത് കിട്ടിയ സമയത്ത് പെട്ടെന്ന് അൺബോക്സ് ചെയ്തു. എനിക്കാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അൺബോക്സ് ചെയ്തു. ഇപ്പം എന്തായാലും എനിക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് യൂട്യൂബിന്റെ ഏണിങ്സ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് അല്ല വരുന്നത്. യൂട്യൂബിൽ നിന്ന് ആഡ്സൻസ് അക്കൗണ്ടിലോട്ടും ആഡ്സൻസ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അപ്പം അതിന്റെ ഒരു പിന്നിന്റെ ഒരു സംഭവം ഉണ്ട് നമുക്ക് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ ഒരു പിന്നിന്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും ഓക്കെ, അതൊക്കെ സെറ്റ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവമുണ്ട്. എനിക്ക് ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതായത് ഒരു പ്രൊമോഷൻ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് 1000 രൂപയാണ് കിട്ടിയത്. ആ ഒരു ഏജിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു 1000 രൂപ ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് വീട്ടുകാരുടെ അക്കൗണ്ടിലോട്ടാണ് വന്നത്. അപ്പം ഞാൻ ചെയ്ത കാര്യത്തിൽ ഞാൻ എന്തോ കാര്യമായിട്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമായി. അതായത് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന യൂട്യൂബ് ത്രൂ കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്ന 1000 രൂപയാണ്. അത് ഒരു പ്രൊമോഷൻ ത്രൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിൽവർ പ്ലേ ബട്ടണിലോട്ട് വരാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിൽവർ പ്ലേ ബട്ടന്റെ സൈസ് ഒക്കെ കുറച്ചെന്ന് തോന്നുന്നു. ഞാൻ എവിടെ അത് കണ്ടായിരുന്നു. വാട്ടവർ ഇതാണ് ഏതാ തിളങ്ങുന്ന പവൻ ഗെയിമർ. ഈ ചാനൽ ഇപ്പില്ല, ഉണ്ട് പക്ഷേ ഈ 1 ലക്ഷം പോലും ഇല്ല. എന്നാലും ഈ ഐഡന്റിറ്റി ഞാൻ ഉണ്ടാക്കിയതാണ്, അതൊരിക്കലും പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പുതിയ ചാനലിൽ പിടിക്കാം. താഴെ ലിങ്ക് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ഇതും വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആയിരുന്നു യൂട്യൂബ് ജേർണിയിൽ. കാരണം ഈ ഒരു സാധനമൊക്കെ എന്റെ ആ പ്രായത്തിൽ എനിക്ക് കൈ കിട്ടിയപ്പോൾ എന്റെ അവസ്ഥ എന്തുമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 4 വർഷം, അതായത് ഒരു 13-14 വയസ്സ്, ആ ഒരു സമയത്ത് ഇതൊക്കെ കിട്ടുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമായിരിക്കും. വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആയിരുന്നു എന്റെ യൂട്യൂബ് ജേർണിയിൽ. ഇതെന്റെ കയ്യിലോട്ട് വരുന്ന പ്രായം, ആ ഒരു പ്രായത്തിൽ ഇതെന്റെ കയ്യിലോട്ട് വന്നപ്പോൾ ശരിക്കും ആവശ്യമില്ല, ഞാൻ വേറെ ലെവൽ എന്നുള്ള ഫീലായിരുന്നു. ആ ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. വേറെ കാര്യം അങ്ങനെ സിൽവർ പ്ലേ ബട്ടനെ കിട്ടി. കിട്ടിയതിലൊരു സ്റ്റോറി ഉണ്ട്. എനിക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സിലല്ല കിട്ടിയത്, 2 ലക്ഷം 3 ലക്ഷം എന്തോ ആയപ്പോഴാണ് കിട്ടിയത്. ഞാൻ പ്രോപ്പറായിട്ട് അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ചാനലിൽ എന്തോ ഇഷ്യൂ ആയിരുന്നു, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ 1 ലക്ഷത്തിന് കിട്ടേണ്ട സിൽവർ പ്ലേ ബട്ടൺ 2 ലക്ഷത്തിലോ 3 ലക്ഷത്തിലോ എന്താണ് കിട്ടിയത്. അങ്ങനെ 3 ലക്ഷത്തിലാണെന്ന് തോന്നുന്നു. നല്ല ലാഗായിരുന്നു. അങ്ങനെ സിൽവർ പ്ലേ ബട്ടനെ കിട്ടി, ഹാപ്പി. അങ്ങനെ എന്റെ ജേർണി തുടർന്നു. ഞാൻ ലൈവ് സ്ട്രീംസ് ചെയ്യുമായിരുന്നു. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഫ്രീ ഫയറിൽ ട്രൈ ചെയ്തു. അതൊക്കെ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്യുകയും ലൈവ് സ്ട്രീം ചെയ്യുകയും വീഡിയോസ് ഇടുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത് Redmi Note 8 എന്ന് പറഞ്ഞ ഡിവൈസിലായിരുന്നു. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്ന് പറയുന്നത് ROG 3 ആണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ കിഡിലുമാണ്, ഒരു രക്ഷയില്ല. ഐഫോൺ വേറെ ലെവലാണ് ഗൈസ്.
ഇപ്പോഴും എനിക്ക് ഈ ഫോൺ ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു ഫോൺ ഞാൻ എടുത്തു. ഇതിൽ ഞാൻ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു. സ്റ്റിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ടീമേറ്റിന്റെ വോയിസ് കിട്ടുക എന്നുള്ള ഇഷ്യൂസും അതിനൊക്കെ ഓരോ സൊല്യൂഷൻസ് നോക്കി അങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിലൊക്കെ എനിക്ക് ഫേസ് ക്യാം ഇല്ല, അതുപോലെ ഒരു ഗിവ് അവേ ലൈവ് സ്ട്രീമോ കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് എൻ്റെ ഗെയിം പ്ലേ ലൈവ് സ്ട്രീം, അതിന് 5.3K വാച്ചിങ് വരെ കയറിയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. അങ്ങനെ ഈ ഒരു ഫോണായിരുന്നു എൻ്റെ കയ്യിൽ. ഇത് ഓൾമോസ്റ്റ് 50K ആയിരുന്നു ഈ ഫോണിന്റെ പ്രൈസ്. അങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങി. ഫ്രീ ഫയർ ഡിഫറെന്റ് കോണ്ടന്റ്സും അതുപോലെ ഗെയിം പ്ലേസും അതുപോലെ പറയുന്ന പോലെ ലൈവ് സ്ട്രീംസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. റോഗ് എടുത്ത് അതിൻ്റെ അകത്ത് എനിക്ക് പ്രോപ്പറായിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു സ്ട്രീം ചെയ്യുന്ന സമയത്ത്. എനിക്കാണെങ്കിൽ സ്ട്രീം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ഐഫോൺ എടുത്തു പോയി. അതായത് 2021 മാർച്ചിലാണ് ഞാൻ എടുത്തത്. ആ 2021 മാർച്ചിലാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്, March 22. എൻ്റെ ബർത്ത്ഡേ ആണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസത്തിൽ തന്നെ ഐഫോൺ അൺബോക്സ് ചെയ്യുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇങ്ങനെ 1 lakh ആയി, 2 lakh ആയി, 3 lakh ആയി, 4 lakh ആയി, 5 lakh ആയി. 5 lakh സബ്സ്ക്രൈബേഴ്സ് വരെ ആയതുവരെയും എല്ലാം അടിപൊളിയായിട്ട് പോയി. ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് കൺസിസ്റ്റൻസിയിൽ ഒരു ഇഷ്യൂ വന്നാലും ഞാനത് കറക്റ്റ് ചെയ്ത് അത്യാവശ്യം ഞാൻ ഒരു സമയത്തൊക്കെ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ പോയി. പിന്നെ അങ്ങോട്ട് എല്ലാം ഒരു വല്ലാത്ത സംഭവമായിരുന്നു. അതായത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. ആ ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്കൊരു 10 മിനിറ്റ് ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള ഇഷ്യൂ ആയിരുന്നു. അന്ന് എക്സ്ട്രീം ലെവൽ സിവിയർ അല്ല, എന്നാലും ഒരു മീഡിയം ലെവൽ സിവിയർ ഇഷ്യൂ ആയിരുന്നു. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ലൈവ് സ്ട്രീംസിൽ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നല്ല ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ആ ഗ്യാപ്പ് എടുത്ത ടൈമിൽ തന്നെ എന്തോ പറ്റിയെന്ന് വെച്ചാൽ ഫ്രീ ഫയറും ബാനായി. ഈ ഫ്രീ ഫയർ ബാൻ ആയതും ഈ ഗ്യാപ്പും സെയിം ടൈമിലായതുകൊണ്ട് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അവിടെ ആയിരുന്നു എൻ്റെ ഡൗൺഫോൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ വീഡിയോ ഇടാതിരുന്ന ടൈമും ഈ ഫ്രീ ഫയർ ബാൻ ആയ ടൈമും, അതായത് ഫ്രീ ഫയർ നല്ല ഡൗണും ആയപ്പോൾ ആ ടൈമിൽ വ്യൂസിന്റെ കാര്യത്തിലൊക്കെയാണ്. ഇത് രണ്ടും ഒരു ടൈമിലായപ്പോഴത്തേക്കും മൊത്തത്തിൽ ഞാനും അങ്ങ് ഡൗൺ ആയി. ഞാൻ ഡൗൺ എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോവുക അങ്ങനത്തെ ഒരു തോട്ടൊന്നുമല്ല, ബട്ട് അടുത്ത് എന്ത് ചെയ്യണം ആ ഒരു ക്വസ്റ്റ്യൻ, അത് കാരണം തന്നെ കുറെ ടൈം ചിന്തിച്ച് തന്നെ, അതായത് മാസങ്ങൾ തന്നെ ചിന്തിച്ച് അടുത്ത് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ നാൾ പോയി. എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പം റീസെന്റ് ആയിട്ടാണ്, ലാസ്റ്റ് ഒരു 1 year ആയിട്ടാണ് ഫ്രീ ഫയർ തന്നെ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ കുറെ ടൈം ഡിസിഷൻ എടുക്കാൻ വേണ്ടി തന്നെ പോയി. കുറെ ടൈം വെറുതെ പോയിട്ടുണ്ട്. പ്ലസ് അത്ര കൺസിസ്റ്റന്റും അല്ലായിരുന്നു ഞാൻ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂവിന് ശേഷം. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു ബൈക്ക് ആക്സിഡന്റ്. അവിടെയും ഒരു ഗ്യാപ്പ്. ഈ ബൈക്ക് ആക്സിഡന്റ് പറ്റിയത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് എവിടെയും പറഞ്ഞില്ലായിരുന്നു, അത് വേറെ കാര്യം. ആ ഒരു ബൈക്ക് ആക്സിഡന്റ് പറഞ്ഞാൽ ഞാൻ വലിയ ഗ്യാപ്പ് ഒന്നും എടുത്തില്ല, എന്നാലും അത്യാവശ്യം ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ മാസങ്ങൾ അങ്ങനെ പോയി. ഫ്രീ ഫയർ വീണ്ടും ചെയ്യാൻ തുടങ്ങി. അത്ര ഞാൻ കൺസിസ്റ്റന്റ് അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ ഡൗൺഫോളിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതിന് ശേഷമായിരുന്നു. ആ ഒരു ഗ്യാപ്പും ഫ്രീ ഫയർ ബാനും സെയിം ടൈമിലായപ്പോഴത്തേക്കും ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ള ഡെസിഷന് വേണ്ടി ഞാൻ കുറെ ടൈം കളഞ്ഞു. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. കാരണം ഇത് ചെയ്യുമ്പോൾ ഡൗൺ ആണ്. അങ്ങനെ ഞാൻ ഫ്രീ ഫയർ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങിയ സമയത്ത് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ സെറ്റ് ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ഈ ഒരു 1 lakh to 7 lakh ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്ത്. എന്നാലും ഇതിന്റെ ഇടയ്ക്ക് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിലോ പ്ലേ ബട്ടൺ കിട്ടാൻ ലാഗ് ആയതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ. ഒരു നല്ല ജേർണി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്കത് 1 million എത്തിച്ചിട്ട് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ മേടിക്കണം എന്നുള്ളത് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. ബാൻ ഗെയിമർ എന്ന് പറയുന്ന ഗോൾഡൻ പ്ലേ ബട്ടണിന് വേണ്ടി ഇനി 0 വർക്ക് ചെയ്യണം. വോട്ടെവർ ഈ ഒരു 7.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ള ജേർണി ശരിക്കും അടിപൊളിയായിരുന്നു. എനിക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ആ ആൾക്കാരിൽ നിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പറയാൻ. അത് ഒരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ ശരിക്കും പറ്റത്തില്ല, ഉറപ്പാണ്. പക്ഷെ ഈ ഒരു ജേർണി അടിപൊളിയായിരുന്നു. ഇപ്പം വേണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന പോലെ ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ ഞാൻ ഒരു 1 month ടൈം എടുത്തു തിരിച്ച് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനുവേണ്ടി ഇനിയും നിന്നാൽ പറ്റത്തില്ല. പുതിയ ചാനലിൽ അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. 1 month മുമ്പ് വരെ 7.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്റെ ഓണറായിരുന്നു ഞാൻ. ഇപ്പൊ അല്ല, ആണ് ഇപ്പോഴും ഓണറാണ്, ചാനലില്ല. അത് ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ലൈഫാണ്. ആരോ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഹേർട്ട് ബീറ്റിന്റെ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യൂസ് ഇങ്ങനെ ആയിരിക്കും. അത് നേരെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ മരിച്ചെന്നാണ്. ലൈഫായ ഒരു കയറ്റം കാണും, ഒരു ഇറക്കം കാണും. ഇത് വല്ലാത്ത ഇറക്കമായി പോയി. എന്തുവാണേലും ഇറ്റ്സ് ഓക്കെ. ഈ ഒരു ചാനലിൽ നമുക്ക് വീഡിയോസ് ഇടാം. അതുപോലെ ആ ഒരു ഇപ്പോഴത്തെ പുതിയതായിട്ട് തുടങ്ങിയ ഗെയിമിംഗ് ചാനലിൽ നമുക്ക് വീഡിയോസ് ഇടാം. ഏതായാലും ഒരു 7.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവിടെ ഇരിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ആൻഡ് മേ ബി ഈ ഒരു 7.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ പോയത് ഈ ഒരു ചാനലിൽ എന്തെങ്കിലും ഞാൻ പുതിയതായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാം. ഞാൻ ഒരു വട്ടം ചെയ്ത മിസ്റ്റേക്ക് ഇനി ഞാൻ ചെയ്യത്തില്ല, അത് ഷുവറാണ്. എനിവേ ഇനിയും ആ ഒരു ചാനൽ, ആ ഒരു 7.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബൗണ്ട് ഗെയിമർ കാണത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഒരു ജേർണിയിൽ ലൈഫിനെ പറ്റിയും കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ലൈഫിൽ കുറെ കാര്യങ്ങൾ വെച്ച് അതിനെ കണക്ട് ചെയ്യും. കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കും. ഗൈസ് അതുപോലെ എനിക്ക് 5 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 2021 തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് 14-15 വയസ്സുള്ളപ്പോൾ തന്നെ എന്റെ ചാനൽ 5 lakh സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ എന്താവണം എന്ന് വിചാരിച്ചു, 10 വയസ്സ് എന്താവണം എന്ന് വിചാരിച്ചു. 14ാമത്തെ വയസ്സിൽ 5 lakh സബ്സ്ക്രൈബേഴ്സോടെ കേരളത്തിലെ ഏറ്റവും സബ്സ്ക്രൈബഡ് യങ്ങസ്റ്റ് യൂട്യൂബർ ഞാനായിരുന്നു.
എനിക്ക് അത് നല്ല ഓർമ്മയുണ്ട്. ആൻഡ് അടുത്തത് ഗൈസ് ഈ ഒരു ജേണിയിൽ എൻ്റെ ഈ ഒരു ഗെയിം റൂമാണ്. ഇത് ഫുള്ളി അലക്സ എനേബിൾഡ് ആയിട്ടുള്ള റൂമാണ്. ഞാൻ ഈ ഒരു ജേണിയിൽ നേടിയ ഒരു വൺ ഓഫ് ദ കാര്യമാണിത്. ഒബിയസ്ലി വീട്ടുകാരുടെ സപ്പോർട്ടും കൊണ്ട് കൂടിയാണ് ഇത് ഞാൻ ചെയ്തത്. ഇത് വേണമെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാമായിരുന്നു, എന്നിട്ട് എനിക്ക് സിമ്പിളായിട്ട് തന്നെ മുന്നോട്ട് പോകായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ച് ഗ്രാൻഡായിട്ട് എൻ്റെ അപ്പോഴത്തെ ഒരു ലെവലിൽ ഞാൻ ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തു. പ്ലസ് ഇവിടം കൊണ്ടൊന്നും നിൽക്കുന്നില്ല, ഇനി കുറെ അച്ചീവ് ചെയ്യാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ജേണിയാണ്, ഒരു 8 വർഷത്തെ ജേണിയാണ്. 8 വർഷം വീഡിയോസ് ഒന്നും ഇട്ടുകൊണ്ടിരുന്നിട്ടില്ല. ബട്ട് കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാലും ഒരു അടിപൊളി ജേണി ആയിരുന്നു. ആ ഒരു ജേണി അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, പുതിയ ചാനലിൽ സെയിം നെയിമിൽ തന്നെ മുന്നോട്ട് പോകും, അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു 2K 1K to 5 lakhന് എടുത്ത ടൈമിനേക്കാളും ഞാൻ ടൈം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു 5 lakh to 7 lakh എത്താൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. കമന്റ് സെക്ഷൻ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞില്ല, കുറെ സ്ട്രഗിൾസ് എന്ന് കുറെ ഞാൻ പറയാതെ വിട്ടതിൽ ഒരു എക്സാമ്പിൾ ആണ്. ഈ സൈഡകം ഭയങ്കരമായിട്ട് വിയർക്കും. ഗെയിമിംഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു AC റൂമില്ല, അതും അലക്സ. ഞാൻ വാഗോണ്ട് പറഞ്ഞ സാധനം ഓൺ ആവും ഓഫ് ആവും. ഈ ഒരു ഗെയിമിംഗ് റൂം ഞാൻ ബിൽഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 വർഷം എന്താവുന്നു തോന്നുന്നു. സോ ഇതൊക്കെ ഞാൻ ആ ഒരു ചാനലിൽ നിന്ന് ഏറ്റവും ലോസ്റ്റ് നിന്ന് അത്യാവശ്യം ഒരു ഇത്തിരിയെങ്കിലും ഞാൻ കയറിയിട്ടില്ലേ, ഇത് ആ ഒരു ചാനൽ വെച്ചിട്ടാണ്. അപ്പം ഇനിയും അതുപോലെ എന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വേണം, നിങ്ങൾ എൻ്റെ കൂടെ എന്തായാലും വേണം. ഓക്കെ, ഇനിയും ഞാൻ ഈ വീഡിയോ വലുതാക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാം. എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ ഒരു വീഡിയോ ഇവിടം വരെ കണ്ടേക്കുന്നത് എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. മറ്റേ ചാനലിലും വീഡിയോസ് വരും, and അതുപോലെ തന്നെ ഈ ഒരു ചാനലിലും വീഡിയോസ് വരും. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ബൈ ബൈ. വാട്സ്ആപ്പ് ഗൈസ്, മോൻ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ ഫോളോ ചെയ്യണം ഉറപ്പായിട്ടും ഗൈസ്. നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആവും.